ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ABC അനാലിസിസ് നടത്താൻ പോകുന്നത് നമ്മളുടെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് സബ്ജക്റ്റ് ഫോർ മെയ് 2026 അറ്റംപ്റ്റിലേക്ക് വേണ്ടിയിട്ട്. നമ്മുടെ എ കാറ്റഗറി, ബി ഇതിലേക്കൊക്കെ നടക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, നിങ്ങൾ ആദ്യമായിട്ട് അക്കൗണ്ട്സ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ABC അനാലിസിസ് വെച്ചിട്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ സബ്ജക്ട് നോളജ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ 100% ഫുള്ള് നിങ്ങൾ കവർ ചെയ്തിട്ട് പഠിക്കാം. പക്ഷേ നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയണം, അതിന് ഈ വീഡിയോ ഉപയോഗിക്കാം. അതല്ല നിങ്ങളൊരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സിനെ മുഴുവൻ A, B, C എന്ന് പറഞ്ഞ 3 കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. A ഒരു 60 to 75% മാർക്കും A കാറ്റഗറിയിൽ നിന്നായിരിക്കും ഉണ്ടാവാം. എന്നാൽ ഒരു 25 to 35% മാർക്കും B, ബാലൻസ് C എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ A കാറ്റഗറി മാത്രം പഠിച്ചു പോയാൽ എക്സംഷൻ നേടാൻ പറ്റും, പക്ഷേ 100% കവർ ചെയ്തിരിക്കണം. അതുപോലെ നിങ്ങൾ എഴുതുന്നത് 100% ശരിയായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സംഷൻ അടിക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ ഇത് മാത്രം പഠിച്ചിട്ട് പോകും, എന്നിട്ട് വിചാരിച്ച മാർക്ക് കിട്ടില്ല. അത് നിങ്ങൾ സെൽഫായിട്ട് ചില മിസ്റ്റേക്സുകൾ വരുത്താറുണ്ട് എക്സാം ചെയ്യുന്ന സമയത്ത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൊത്തം കവർ ചെയ്തിട്ട് പോവുക, ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ FS A കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ ചാപ്റ്റർ നമ്പർ 11 FS 11.1 11.2 ക്യാഷ് ഫ്ലോയും, ബൈബാക്ക്, AS14 അമാൽഗമേഷൻ, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ, ബ്രാഞ്ച്, ദെൻ കൺസോൾട്ടേഷനിൽ 3 Aസും ഒരുമിച്ച് തന്നെ വെച്ചതാണ്, ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ FS നിങ്ങൾക്ക് കാണാൻ പറ്റും 20 മാർക്കിന് 2 അറ്റംപ്റ്റുകൾക്കായി ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ ഇപ്പോൾ MCQ വന്നതിന് ശേഷം ചില അറ്റംപ്റ്റുകൾക്ക് നല്ല മാർക്കിന് MCQയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിലും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈബാക്ക് ചെറിയ ചാപ്റ്റർ 2-3 മണിക്കൂറുണ്ടെങ്കിൽ മൊത്തത്തിൽ റിവൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു അറൗണ്ട് ഒരു 4 to 7 മാർക്ക് ചോദിക്കാറുണ്ട്. ഈസിലി സ്കോർ ചെയ്യാവുന്നതാണ്, ഒരു എററും സാധാരണ വരാറില്ല. അമാൽഗമേഷൻ 14 മാർക്സ് ഷുവറാണ്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ അപ് ടു 14 മാർക്സ് ഉണ്ടാവും. നിങ്ങൾ ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന്. കഴിഞ്ഞ 2 അറ്റംപ്റ്റുകൾക്കും അമാൽഗമേഷൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്, പഠിച്ചിട്ട് തന്നെ പോവാം. ദെൻ കഴിഞ്ഞ 2 അറ്റംപ്റ്റുകൾക്കും ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ അറ്റംപ്റ്റ് ചോദിക്കില്ല എന്നുള്ള ഒരു രീതിയിൽ എടുക്കാൻ നിൽക്കരുത്, പഠിച്ചിട്ട് പോവാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വെക്കാനുണ്ടെങ്കിൽ ഞാൻ കുട്ടികളോട് പറയാനുള്ളത് ബ്രാഞ്ചിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രാഞ്ച് 6 മാർക്കിനെ ചോദിക്കുള്ളൂ, പക്ഷേ ഈ 6 മാർക്കിന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു കൺസോൾട്ടേഷനോ അമാൽഗമേഷനോ പഠിക്കുന്ന അത്ര പഠിക്കാനുണ്ട്. എന്നാൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, എന്നാൽ എറേഴ്സ് ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദെൻ കൺസോൾട്ടേഷൻ പഠിക്കുമ്പോൾ ഇത് 3 ഒരുമിച്ച് പഠിക്കുക. AS21, 23 and 27 ഒരുമിച്ച് പഠിക്കുക. ഇതിൽ 23 and 27 നിങ്ങൾക്ക് ചോദിക്കാറില്ല അധികം, വളരെ റെയറാണ് ചോദിക്കാനുള്ള ചാൻസ്. ആകെ ഒരു MCQയിൽ എവിടെ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കാം. ദെൻ B കാറ്റഗറി, ഓവറോൾ ബേസിസിൽ B കാറ്റഗറിയിൽ വരുന്ന ASകളാണ്. ഇനി ASകളല്ലേ ഉള്ളൂ നമുക്ക്. അതിൽ B കാറ്റഗറിയിൽ വരുന്ന ASകളാണ്. വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി നിങ്ങൾക്ക് കാണാൻ പറ്റും, റെഗുലർലി ചോദിക്കാറുണ്ട്. ദെൻ AS7 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്, AS13 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോറോയിങ് കോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ബോറോയിങ് കോസ്റ്റ് ചോദിക്കുന്നത്. ഇടയിൽ 1-2 എക്സാംസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, പക്ഷേ റെഗുലർലി ചോദിക്കുന്നതാണ്. ദെൻ AS10 PPE 26 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇമ്പയർമെൻറ്റ്. ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ 3 ചാപ്റ്ററും പറ്റുമെങ്കിൽ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കാം. AS10, 26 ആൻഡ് AS28 ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക. ലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർണിംഗ് പെർ ഷെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് 5 മാർക്സിനൊക്കെ. ഇതിൽ AS22 അനദർ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. AS22. ദെൻ റവന്യൂ റെക്കഗ്നിഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട, ബട്ട് ഇതിൻ്റെ കൺസെപ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പല റവന്യൂ റെക്കഗ്നീഷൻ്റെ ഏരിയയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ദെൻ AS29 നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുള്ളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ദെൻ റിലേറ്റഡ് പാർട്ടി ഞാൻ B കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂറുണ്ടെങ്കിൽ റിലേറ്റഡ് പാർട്ടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. ദെൻ നമ്മൾ C കാറ്റഗറിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളത് AS11, AS12. AS11 C കാറ്റഗറി ആണെന്ന് വെച്ചാൽ ഇത് ASൻ്റെ C കാറ്റഗറിയാണ്. ഇതിൽ നമുക്ക് AS11ൻ്റെ കൺസെപ്റ്റുകൾ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട്സിൽ എടുക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ AS പെർസ്പെക്റ്റീവിൽ നമുക്ക് B കാറ്റഗറിയിലേക്ക് കൊടുക്കാൻ പറ്റും, AS പെർസ്പെക്റ്റീവിൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് AS12 ഗവൺമെൻറ് ഗ്രാൻഡ് ഒക്കെ വളരെ വളരെ റയറായിട്ടുള്ള
കുറച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ചോദിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. പക്ഷേ ഞാൻ സി കാറ്റഗറിയിലാണ് കൊടുത്ത് 17, 24, 25, AS1, 4, ദെൻ നമ്മുടെ AS5, ദെൻ നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും സി കാറ്റഗറി തന്നെയാണ് വരുന്നത്. ഇനി AS പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ AS പെർസ്പെക്റ്റീവിൽ A കാറ്റഗറീസാണ് ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നത്. ഫസ്റ്റത്തെ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന്, പിന്നെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ASകൾ. നിങ്ങൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പോയി നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ സി കാറ്റഗറി ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയണത്. ഇതിൽ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും 6 മാർക്ക്, ചില ASകൾ 6 മാർക്കിന് ചോദിക്കുന്ന ഒരു AS ആണ് ഗവൺമെൻറ് ഗ്രാൻറ്റ്. അതേപോലെ തന്നെ 7 മാർക്കിന് ചോദിക്കുന്നതാണ് നമ്മളുടെ പ്രൊവിഷൻ ചില എക്സാംസുകൾക്ക്. അതേപോലെ തന്നെ നമ്മളുടെ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിന് 7 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൽ നിന്ന് എൻ്റേതായിട്ടുള്ളൊരു അനാലിസിസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചേഞ്ചസ്, ഈ ഒരു അനാലിസിസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ, ഈ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു PDF നമുക്ക് കിട്ടുക CAMalayali.comൻ്റെ റിസോഴ്സ് സെക്ഷനിൽ, ഫ്രീ റിസോഴ്സ് സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ RTPs, അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ MCQൻ്റെ ബുക്ക്ലെറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് കയറിയിട്ട് ചെക്കൗട്ട് ചെയ്യാം. ലോഗിൻ ചെയ്യേണ്ടി വരും. ലോഗിൻ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാം.